Dear friends, today our topic is phrasal verb. Phrasal verb സാധാരണഗതിയിൽ USSൻ്റെ കുട്ടികളോട് സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമാണ്. USSന് മാത്രമല്ല 10th സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളോടും phrasal verb ചോദിക്കാറുണ്ട്. അതിൽ പകരം പദം എഴുതാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഈ ചോദ്യം വരാറ്. ഇവിടെ what is a phrasal verb? A phrase such as take off, put on, go on or go through. That combines a verb which with preposition or adverb or both, and that functions a verb whose meaning is different from the combined meaning of the individual words എന്നാണ്. അതായത് ഒരു വേർഡ് അതിൻ്റെ കൂടെ ഒരു പ്രിപ്പോസിഷൻ ചേർക്കുന്നു. ഇപ്പോൾ ഇവിടെ പുട്ട് എന്നത് മാത്രം നിൽക്കുകയാണെങ്കിൽ അതിന് വേറെ മീനിങ് ആണ്. അതായത് പുട്ട് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ആകെ വ്യത്യാസം വരികയാണ്. അതേപോലെ പാസ് അവേ, പാസ് ത്രൂ, പാസ് ബൈ, ഇതൊക്കെ ഡിഫറെൻറ്റ് മീനിങ് ആണ്. കാരണം ഇതിൻ്റെ കൂടെയൊക്കെ പ്രിപ്പോസിഷൻ ചേരുന്ന സമയത്ത് അതിൻ്റെ മീനിങ് ആകെ ഡിഫറെൻറ്റ്. അത് നിങ്ങളോട് സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കൽ അതിന് പകരം പദം എഴുതുക എന്നൊക്കെയായിരിക്കും. നമുക്കത്രയും ചോദ്യം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് പരിചയപ്പെടാൻ പറ്റും. അതോടുകൂടി ആ ഭാഗം കൂടുതൽ കുട്ടികൾക്ക് ക്ലിയർ ആവും. തൽക്കാലം ഈ ഫ്രേസൽ വെർബിൻ്റെ ഡെഫിനിഷൻ നോട്ട് ചെയ്ത് വെക്കുക. എ ഫ്രേസ് such as take off or put on that combines a verb with preposition or adverb or both, and that functions as a verb whose meaning is different from the combined meaning of the individual words. നമുക്ക് 2-3 വർഷം മുമ്പ് USSന് ചോദിച്ച ഫ്രേസൽ വേർബുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് എല്ലാ ഫ്രേസൽ വേർബ്സും നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഫ്രേസൽ വേർബ്സും ഇന്ന് തന്നെ പഠിക്കാം. ഇപ്പോൾ നോട്ട് എടുത്തിട്ട് നിങ്ങൾ തയ്യാറായിട്ട് നിൽക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഫ്രേസൽ വേർബ്സ് ഏതൊക്കെയാണ് സാധാരണഗതിയിൽ നമുക്ക് വരുന്നതെന്ന് നോക്കാം. നമുക്ക് ഒരു വർഷം ചോദിച്ച ഒരു ഫ്രേസൽ വേർബുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ റാങ്ക് ഹോൾഡേഴ്സ് വിസിറ്റഡ് ദ ടീച്ചർ ടു താങ്ക് ഹിം. ഇവിടെ ദ അണ്ടർലൈൻഡ് വേർഡ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ കോൾഡ് അറ്റ്, കോൾഡ് ഇൻ, കോൾഡ് ഓൺ, കോൾഡ് ഫോർ. Here the underlined word is visited. We know the meaning visited. Visited means സന്ദർശിച്ചു എന്നാണ്. visited. അപ്പോൾ സന്ദർശിച്ചു എന്നതിന് പകരം വരുന്ന ഫ്രേസൽ വേർബാണ് നമ്മൾ ഇതിൽ കണ്ടെത്തേണ്ടത്. ഇവിടെ കോൾഡ് അറ്റ്, കോൾഡ് ഇൻ, കോൾഡ് ഓൺ, കോൾഡ് ഫോർ. ഹിയർ കോൾഡ് അറ്റ് ആൻഡ് കോൾഡ് ഓൺ, ദറ്റ് മീൻസ് വിസിറ്റഡ്. കോൾ എറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് എന്നാണ് അർത്ഥം. പക്ഷേ അവിടെ ഒരു പ്രശ്നം, ഇവിടെ വിസിറ്റഡിന് ശേഷം വരുന്നത് ദെയർ ടീച്ചർ എന്നാണ്. അപ്പോൾ ഒരു വ്യക്തിയെയാണ് കാണാൻ പോകുന്നതെങ്കിൽ, വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് കോൾഡ് ഓൺ എന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, കോൾഡ് ഓൺ എന്ന് ഉപയോഗിക്കുന്നത് വിസിറ്റഡ്. കോൾഡ് ഓൺ ഈ വിസിറ്റഡിന് ശേഷം വരുന്നത് ഒരു ആളെയാണെങ്കിൽ, ഇൻഡിവിജ്വലിനെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കോൾഡ് അറ്റ് ഉപയോഗിക്കാം. അതേസമയത്ത് വേറെ സ്ഥാപനമോ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കോൾഡ് അറ്റുമായിരിക്കും. അപ്പോൾ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് കോൾഡ് ഓൺ, വിസിറ്റഡ്. കോൾഡ് അറ്റ് എന്ന് പറഞ്ഞാലും അർത്ഥം വിസിറ്റഡ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്നത് കോൾഡ് ഓൺ ആയ കാരണം ഇതിന് ശേഷം വരുന്ന കാര്യം നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് കോൾഡ് ഓൺ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ബെഗർ ഡാഷ് ക്രൈയിങ് ഇൻ എ ഹൊറിബിൾ വോയിസ്. പുട്ട് ഫോർവേഡ്, പുട്ട് അപ്പ് വിത്ത്, വെൻഡ് ഓൺ, പുട്ട് ഇൻ. ഇതിൽ പുട്ട് ഫോർവേഡ് എന്താണ് അർത്ഥം എന്നറിയണം, പുട്ട് അപ്പ് വിത്ത് എന്നതിന് അർത്ഥം അറിയണം, വെൻഡ് ഓണിൻ്റെ അർത്ഥം, പുട്ടിൻ. വെൻഡോണിലെ സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുന്നതാണ്. നമ്മൾ സാധാരണഗതി നമ്മുടെ പാഠപുസ്തകത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു വേർഡാണ് വെൻഡോൺ. ഗോൺ മീൻസ് കണ്ടിന്യൂ. അപ്പോൾ വെൻഡോൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഡ് എന്നാണ്, തുടർന്നു. അപ്പോൾ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് വെൻഡോൺ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹിയർ ഫിൽ വിത്ത് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വേർബ്. The plane dash after repairs. The plane took off. നേരത്തെ നമ്മൾ പറഞ്ഞ ടേക്ക് ഓഫ് എന്നതിൻ്റെ അർത്ഥം പറയും. പ്ലെയിൻ ടുക്ക് ഓഫ് ആഫ്റ്റർ റിപ്പയേഴ്സ്. നോക്കൂ, യൂസ്
phrasal verbs. The plane dash after repairs. Took off. Take off, took off. Then he has dash his habit of smoking. Given up എന്നാണ് ശരിയായ വാക്ക്. Given up. He has given up his habit of smoking. ഇവിടെ കുറച്ച് എക്സാമ്പിൾ നമുക്ക് ഫ്രേസിൽ വെർബായിട്ട് നോക്കാം. The old man dash his property to his son. Made over. Made over means transfer to something. Transfer the ownership to something. എന്നുള്ള രീതിയിലാണ് ട്രാൻസ്ഫർ ദ ഓണർഷിപ്പ് എന്നുള്ളത് മെയ്ഡ് ഓവർ എന്ന ഫ്രേസിൽ വെർബിൻ്റെ അർത്ഥം. ഡോണ്ട് സ്പെൻഡ് ഓൾ ദ മണി ഡാഷ് സം യുവർ ഫ്യൂച്ചർ. സെറ്റ് അസൈഡ്. സെറ്റ് അസൈഡ് എന്ന് പറഞ്ഞാൽ റിസർവ് ചെയ്ത് വെക്കുക എന്നാണ്, നമുക്ക് കരുതി വെക്കുക. അപ്പോൾ സെറ്റ് അസൈഡ് മീൻസ് റിസർവ്. അപ്പോൾ ഡോണ്ട് സ്പെൻഡ് ഓൾ ദ മണി, റിസർവ് സം മണി ഓർ സെറ്റ് അസൈഡ് സം യുവർ ഫ്യൂച്ചർ. നെക്സ്റ്റ് വൺ, ഐ കാണ്ട് ഡാഷ് ഇൽ മാനേഴ്സ്. പുട്ടപ്പ് വിത്ത്. പുട്ടപ്പ് വിത്ത് മീൻസ് ടോളറേറ്റ്. ഐ കാണ്ട് ടോളറേറ്റ് ഇൽ മാനേഴ്സ് എന്നുള്ള അർത്ഥമാണ് അത് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ദ പേപ്പർ വാസ് ഡാഷ് ബൈ ദ ടീച്ചർ. തറോലി എന്നും കൂടി ഉണ്ട്, അത് പിന്നെ സൂക്ഷ്മമായിട്ട് നോക്കുന്നതിന്. പേപ്പർ വാസ് ലുക്ക്ഡ് ഓവർ എന്നാണ്. പേപ്പർ വാസ് ലുക്ക്ഡ് ഓവർ ബൈ ദ ടീച്ചർ തറോലി. അപ്പോൾ എക്സാമിൻ എന്നാണ് ഈ വാക്കിൻ്റെ ഫ്രേസൽ വെർബിൻ്റെ അർത്ഥം. പ്ലീസ് ഡാഷ് ദ ലൈറ്റ്സ് ബിഫോർ ഗോയിങ് ടു ബെഡ്. പുട്ട് ഔട്ട് മീൻസ് എക്സ്റ്റിങ്ക്വിഷ്. ഇപ്പോൾ ഇതൊക്കെ സാധാരണഗതിയിൽ വരാൻ സാധ്യതയുള്ള USSന് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് ഫ്രേസൽ വേർബ്സായിട്ട് ബന്ധപ്പെടുന്ന കുറേ വേർഡ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിൻ്റെ മീനിങ്ങും ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വരുന്ന പരീക്ഷയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് നേരിടാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ഫ്രേസൽ വേർബ്സ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ഫ്രേസൽ വേർബ്സ് പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ അർത്ഥവും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നോട്ടിൽ എഴുതി വെക്കുക. സ്ഥിരം ചോദിക്കാൻ സാധ്യതയുള്ള ഫ്രേസൽ വേർബ്സും അതിൻ്റെ മീനിങ് ആണ് ഇവിടെ കൊടുത്തത്. ഇപ്പോൾ കോളോണും കോളറ്റും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. രണ്ടിനും അർത്ഥം വിസിറ്റ് ആണ്. പക്ഷേ അതേസമയത്ത് കോളോൺ ഒരു പേഴ്സണെ ആകുമ്പോൾ കോളോണും ഒരു സ്ഥലമാകുമ്പോൾ നമുക്ക് കോളറ്റും ആണ് പ്രയോഗിക്കാമെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കോൾ ഫോർ ഡിമാൻഡ്, കോൾ ഓഫ് ക്യാൻസൽ സംതിങ്, കോൾ അപ്പ് റീകലക്ട്, പുട്ടപ്പ് റേസ്, പുട്ട് ഓഫ് പോസ്റ്റ്പോൺ, പുട്ട് ഓൺ where, look after to take care of, look forward expect, look into examine, give up abandon, give out announce, go on continue, went out extinguish, go through examine, get over, recover from and get off escape. ഇതല്ലാതെ വേറെയുണ്ട്. കൂടുതൽ സാധ്യതയുള്ള ചില ഫ്രേസൽ വേർബ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല എപ്പോഴും ഫ്രേസൽ വേർബ്സിലെ സെൻറ്റൻസ് മിക്കപ്പോഴും വരാറ് നിങ്ങൾക്ക് പിന്നെ പാസ്റ്റായിട്ടാണ്, V2 ഫോമിലാണ് അധികം വരിക, പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് വരിക. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വിസിറ്റഡ് എന്ന് വരുന്ന സമയത്ത് ദ പ്രൈം മിനിസ്റ്റർ വിസിറ്റഡ് ഹിയർ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ആ വിസിറ്റഡ് എന്ന പാസ്റ്റ് ടെൻസിലാണ് സംഭവം അധികം വരാറ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കോൾഡ് ഓൺ അല്ലെങ്കിൽ കോൾഡ് അറ്റ് എന്നുള്ള രീതിയിൽ ഇതും നമുക്ക് പാസ്റ്റ് ടെൻസ് തന്നെയായിരിക്കും അതിൻ്റെ ഓപ്ഷൻസ് വരിക എന്ന കാര്യം മനസ്സിലാക്കുക. കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിന്ന് കളക്ട് ചെയ്ത് വെക്കാം. എന്തായാലും ഫ്രേസൽ വേർബിൽ ഒരു ചോദ്യം എന്തായാലും നിങ്ങളോട് ചോദിക്കും. ഒന്നുകൂടി പറയുന്നു, ഫ്രേസൽ വേർബ് നമ്മുടെ പ്രിപ്പൊസിഷനും വേറൊരു വേർബായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പം ഒരു പ്രിപ്പൊസിഷൻ അല്ലെങ്കിൽ അഡ്വർബ് ചേർത്തിട്ട് അതിൻ്റെ ഒരു മിക്സ് ചെയ്ത് വരുമ്പം വേറൊരു മീനിങ് ആണ് ഈ ഫ്രേസൽ വേർബിന് വരുന്നത്. അപ്പോൾ അത് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഫ്രേസൽ വേർബ്സാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അടുത്ത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്കൊന്ന് പോകാം.
2018 USSനെ ചോദിച്ച ഫ്രേസൽ വെർബ് ഇതായിരുന്നു. ചൂസ് ദ സ്യൂട്ടബിൾ വൺ ഫ്രം ദ ഫോളോയിങ് ടു ഗെറ്റ് ദ മീനിങ് ഓഫ് പുട്ട് ഓൺ. പുട്ട് ഓൺ എന്ന അർത്ഥം വരുന്ന വാക്ക് ഇതിലാണ്. ടു വെയർ ക്ലോത്ത്, ടു ഗോ സംവെയർ, ടു സ്പീക്ക് സംതിങ്, ടു പ്ലേസ് an object. അപ്പോൾ ദ കറക്റ്റ് ടെൻസ് ടു വെയർ ക്ലോത്ത്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ധരിക്കുക, വസ്ത്രം ധരിക്കുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ പുട്ട് ഓൺ എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിച്ചത്. അത് ഈസി ആയിരുന്നു. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. ഇവിടെ 2020 വന്നിരിക്കുന്ന ഫ്രേസൽ വെർബുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം 2020. I will dash to you as soon as the result is out. Get up, get down, get across, get away. ഇപ്പോൾ ഇവിടെ ഗെറ്റ് അപ്പ്, ഗെറ്റ് ഡൗൺ, ഗെറ്റ് അക്രോസ്, ഗെറ്റ് അവേ, ഇത് അന്ന് പല കുട്ടികൾക്കും കൺഫ്യൂഷനായിരുന്നു. ഇത് 2020 ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ റൈസ് ഫ്രം ബെഡ്. ഇനി അടുത്തതോ ഗെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇറങ്ങുക. അതുപോലെ ഗെറ്റ് അവേ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ്. പക്ഷേ അതേസമയത്ത് ഇവിടെ ഗെറ്റ് അക്രോസ് എന്ന വേർഡാണ്, ഫ്രേസൽ വേർബാണ് ഇവിടെ കറക്റ്റായിട്ട് യോജിച്ചത്. അപ്പോൾ അതിൻ്റെ ഗെറ്റ് അവേ, ഗെറ്റ് അക്രോസ് എന്ന വാക്കിനർത്ഥം അത് കൺവിൻസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണത് പ്രയോഗിച്ചത്. അതാണ് ഐ വിൽ ഗെറ്റ് അക്രോസ് ടു യു ആസ് സൂൺ ആസ് ദ റിസൾട്ട് ഈസ് ഔട്ട്. ഹിയർ ദ കറക്റ്റ് ഫ്രേസൽ വെർബ് ഈസ് ഗെറ്റ് അക്രോസ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് പലപ്പോഴും കുട്ടികൾ ഇത് പഠിച്ച് വെച്ചിട്ടില്ലെങ്കിൽ, ഫ്രേസൽ വെർബ് പഠിച്ച് വെച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ചെറിയൊരു വ്യത്യാസത്തിലാണ് പലപ്പോഴും കുട്ടികൾക്ക് ഈ ഫ്രേസൽ വെർബിന് മാർക്ക് കുറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിച്ച് വെക്കേണ്ടതാണ്. ഇവിടെ 2016 ചോദ്യമാണ് ഈ വന്നിരിക്കുന്നത്. 2016 USSലെ ചോദ്യമാണ്. നേരത്തെ ഗെറ്റ് അക്രോസ് പറഞ്ഞില്ലേ, ടു മേക്ക് ഇറ്റ് ക്ലിയർ ഓർ കൺവിൻസിങ് എന്ന് ഗെറ്റ് അക്രോസ് പറഞ്ഞാൽ ഗെറ്റ് വെച്ചിട്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ മിക്കവാറും പലപ്പോഴും വരുന്നത് ഗെറ്റ് അതിന് ശേഷം നമുക്ക് വരുന്ന ഈ പ്രിപ്പോസിഷൻ കൂടി ചേർത്തിട്ടുള്ള ഫ്രേസൽ വെർബാണ് അധികം വരുന്നത്. അപ്പോൾ ഗെറ്റ് വെച്ചിട്ടുള്ള കൂടുതൽ പഠിച്ചു വെക്കുന്ന കുട്ടികൾക്ക് നല്ലത്. ഇവിടെ ദ പോലീസ് അറസ്റ്റഡ് ദ തീഫ് ഹു വാസ് ട്രൈങ് ടു എസ്കേപ്പ് എന്നാണ് അണ്ടർലൈൻ ചെയ്തത്. ഈ എസ്കേപ്പിന് പകരം വരുന്ന ഫ്രേസൽ വെർബ് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടത്. ഗെറ്റ് അവേ, ഗെറ്റ് ഔട്ട്, ഗെറ്റ് അപ്പ്, ഗെറ്റ് ഇൻ. ദ കറക്റ്റ് ആൻസർ ഈസ് ഗെറ്റ് അവേ. ഗെറ്റ് അവേ ആണ് എസ്കേപ്പിന് പകരം നിൽക്കുന്ന ഫ്രേസൽ വെർബ്. അടുത്ത ചോദ്യം നോക്കാം. 2017 വന്നിരിക്കുന്ന ഫ്രേസൽ വെർബിൽ ചോദ്യം നോക്കാം. ഗീത ഡിസൈഡഡ് ടു വിസിറ്റ് ഹെർ ഫ്രണ്ട് എന്നാണ്. ഇവിടെ ടു വിസിറ്റ് എന്നാണ് ഇവിടുത്തെ വേർബ് കൊടുത്തിരിക്കുന്നത്. അതിന് പകരം നിൽക്കുന്ന ഫ്രേസൽ വെർബ് നമുക്ക് നോക്കാം. കോൾ ഫോർ, കോൾ ഔട്ട്, കോൾ ഓൺ, കോളറ്റ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കോൾ ഓണും കോളറ്റും വിസിറ്റ് എന്നുള്ള അർത്ഥം വരുന്നതാണെങ്കിലും ഇവിടെ ഇതും കൂടി നോക്കിയിട്ടാണ് നമ്മൾ കോൾ ഓൺ വേണോ കോളറ്റ് എന്ന് വേണോ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ചോയ്സ് ഏതാണ്, യഥാർത്ഥ ഉത്തരം ഏതാണ്? കോൾ ഓൺ ആണ്. അപ്പോൾ 2017 നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ പുറമെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് നമ്മുടെ അടുത്ത് വരുന്ന വീഡിയോയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇത് ഫ്രേസൽ വെർബായിട്ട് തരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഒരു 4-5 ചോദ്യം നിങ്ങൾക്ക് തരികയാണ്. ആ 5 ചോദ്യത്തിൻ്റെ യഥാർത്ഥ ആൻസർ നിങ്ങൾ എഴുതി അറിയിക്കുക. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്കുള്ള 5 ചോദ്യം ഇതാണ്. വി കുഡ് നോട്ട് ഡാഷ് ദ ഇൻക്രിപ്ഷൻ on the wall. Make out, make up, give out, give away. Our states undergo a period of acute financial crisis. Go through, go round, look over, get away. The party started at 4 o'clock, but Ronnie dash half an hour late.
called at, turned up, turned on, called off. She did not know how to dash all her difficulties. Put on, called on, get over, look after. Then last one, we usually dash early and go for a walk. We usually dash early and go for a walk. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഗെറ്റപ്പ്, ഗോട്ടപ്പ്, ഹാവ് ഗോട്ടപ്പ്, ഗെറ്റിംഗ് അപ്പ് ഒക്കെ ഒരേ മീനിങ് തന്നെയാണെങ്കിലും ഇവിടെ ടെൻസിൻ്റെ ഒരു ഫോമും കൂടിയായിട്ടാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ യൂഷ്വലി എന്ന ടെൻസ് ഇത് വരുമ്പോൾ ഇവിടെ ഏത് ടെൻസ് ഫോമാണ് ഉപയോഗിക്കേണ്ടതെന്നും കൂടിയും ഈ ഒരു ചോദ്യത്തിൽ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുക. ഫ്രേസൽ വെർബിന് എന്തായാലും ഈ ഒരു വരാൻ തോന്നുന്ന USS പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഫ്രേസൽ വെർബിൽ നിന്നുണ്ടാവും. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് തയ്യാറാക്കുക. കൂടുതൽ ഫ്രേസൽ വെർബ് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾക്ക് പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ വരാവുന്ന ചോദ്യങ്ങളൊക്കെ സംശയങ്ങൾ അയച്ചു തരിക. ഈ ചോദ്യത്തിനൊക്കെ ആൻസർ നിങ്ങൾ എഴുതി അറിയിക്കുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.